സാലി റോസ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു സ്ലിറ്റ് പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ തയ്ക്കാം എന്നുള്ളതാണ്. കാരണം സ്ലിറ്റിൻ്റെ ഒന്നോ രണ്ടോ മൂന്നോ വീഡിയോ ഞാൻ പല സൈസിലിട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കിപ്പം വീണ്ടും ഒരു സങ്കടം വന്നത്, ഞാനൊരു സ്ലിറ്റ് തയ്ച്ചത് കാണാനിടയായപ്പോഴാണ്. അപ്പോൾ ഈ സ്ഥലമൊക്കെ നമ്മുടെ സ്ലിറ്റിൻ്റെ ഈ ഭാഗമൊക്കെ തയ്ച്ചേക്കുന്നതുകൊണ്ട് സങ്കടം വന്നിട്ട് ഞാൻ അങ്ങനെ ആരെങ്കിലും ഇനിയും ഉണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും എളുപ്പത്തിൽ തയ്ക്കാൻ പറ്റും, എളുപ്പമല്ല ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് തയ്ക്കാൻ പറ്റുന്ന ഒരു ഐഡിയയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പം വരച്ചിട്ടിരിക്കുന്നത് നമുക്കറിയാമല്ലോ, നമ്മൾ ഷേപ്പിൽ നമ്മൾ ചെയ്തിട്ടിരിക്കുന്ന സ്ഥലമാണ്. അപ്പം നമ്മുടെ സ്ലിറ്റ് ഇതാണ് 21 ഇഞ്ചിൽ. ഇത് കണ്ടോ കട്ട് നമ്മൾ ചെയ്തേക്കുന്നത്, ഈ കട്ട് ചെയ്തേക്കുന്ന പോർഷൻ വരെ ഞാൻ ഒരു തയ്ച്ചുകൊണ്ട് വരും. അപ്പോൾ ഇവിടെ നമ്മൾ തയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, സ്ലിറ്റിൻ്റെ പോർഷനിൽ കുത്തി നിർത്തി ഒന്നുകൂടി അതേ പൊസിഷനിൽ നമ്മൾ തയ്ച്ച് ഇവിടം വരെയെങ്കിലും അതേ പൊസിഷനിൽ തയ്ച്ച് വരണം. അപ്പം ഞാൻ അങ്ങനെ ഒന്ന് തയ്ച്ചുകൊണ്ട് വരാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിച്ചോണേ. അപ്പോൾ ലൈനിങ് തുണി ആകുമ്പോൾ എപ്പോഴും നമുക്കറിയാം, നമ്മൾ ചിലപ്പോൾ ഉള്ളിലെ നല്ല തുണി സാധാരണ ലൈനിങ് തുണി കറക്റ്റായിട്ട് എടുക്കുകയും ഉള്ളിലെ തുണി കുറച്ച് കൂടുതൽ എടുക്കാറുണ്ട്. അങ്ങനെ കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ അതിനെയെല്ലാം കട്ട് ചെയ്ത് നല്ല ലെവലാക്കി വെക്കണം. ആദ്യം ലെവലാക്കി വെച്ചിട്ട് ഏറ്റവും തുടക്കക്കാരാണെങ്കിൽ പറ്റുമെങ്കിൽ നിങ്ങളൊരു കാര്യം കൂടെ ചെയ്യണേ. നിങ്ങൾ ഈ ലൈനിങ് തുണിയും ഇത് കണ്ടില്ലേ, ഇതെല്ലാം നല്ല തുണി. അപ്പം നല്ല തുണി ലൈനിങ് തുണിയുടെ വേണമെങ്കിൽ ഒന്ന് ഏറ്റവും സൈഡിൽ കൂടെ വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം. കോട്ടൺ ആയതുകൊണ്ട് സ്റ്റിച്ച് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ വേണമെങ്കിൽ ഒരു പിൻ കുത്തുപോലും ചെയ്യാം. അപ്പം ഞാനിതൊന്നും ചെയ്യുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് അല്ലാതെ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളിനി ചെയ്യുന്നത്, ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ നിങ്ങൾക്കറിയാം, ഇവിടെ നോക്കിക്കേ, ഇവിടം വരെയാണ് നമ്മുടെ സ്ലിറ്റിൻ്റെ പൊസിഷൻ. അപ്പം നമ്മൾ തയ്ച്ച് കഴിഞ്ഞ് നമുക്ക് സ്ലിറ്റ് വരേണ്ടതിൻ്റെ ഇങ്ങനെയാണ്. ഇത് കണ്ടോ, ഇങ്ങനെ വേണം കൃത്യമായിട്ട് മടക്കി നമുക്ക് കിട്ടാനായിട്ട്. അപ്പം നമ്മൾ അതിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത്, ഇവിടെ മുതൽ നമ്മൾ താഴെ വരെ കറക്റ്റ് 1 ഇഞ്ചാണ് നമ്മൾ ഇട്ടേക്കുന്നത്. അപ്പോൾ ആ 1 ഇഞ്ച് എന്നുള്ളത് നമുക്ക് ഒന്ന് അടയാളപ്പെടുത്തി താഴേക്ക് ആ ദൂരം അളന്ന് ഇടണം. അപ്പം നിങ്ങൾ കൃത്യമായിട്ട് അളന്ന് തന്നെ വേണം ഇത് ചെയ്യാനായിട്ട്. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ പൊസിഷനിൽ നിന്ന്, അതായത് സ്ലിറ്റിൻ്റെ കറക്റ്റ് കുത്തി നിർത്തിയ അവിടെ മുതൽ താഴേക്ക് ഇതിലൂടെ നമ്മളൊരു ലൈൻ വരയ്ക്കുന്നു. താഴെ വരെ നമ്മൾ വരയ്ക്കും, കണ്ടല്ലോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലൂടെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്യും. താഴെ വരെ നമ്മൾ ഇതിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യും. സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വരാം. ഏറ്റവും വലിപ്പമുള്ള കാണി ഏതാണോ ആ കാണി എഴുതണം, കാരണം നമുക്കിത് കട്ട് ചെയ്ത് കളയേണ്ടതല്ലേ. അതുകൊണ്ട് ഞാൻ ഉള്ളതിൽ ഈ 3ാമത്തെ വലിയ കാണി ഇട്ടിട്ട് നമുക്കൊന്ന് തയ്ച്ചുകൊണ്ട് വരാം. നമ്മുടെ സ്ലിറ്റ് എന്ന് പറയുന്നത് ഇതേണ്ട, ഇവിടെ കുത്തി നിർത്തിയ ഇതാണ് നമ്മുടെ സ്ലിറ്റ്. ഇനി നമുക്ക് ഇത്രയും തുണി നമുക്ക് ഇത്രയും ഉണ്ട് അല്ലേ. ഇതിനെ നമ്മൾ കൃത്യമായിട്ട് ഇങ്ങനെ ഒന്ന് നമ്മളിങ്ങനെ നമ്മുടെ നഖം കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് എടുക്കുക. കറക്റ്റായിരിക്കണം, അതെ നഖം ഉപയോഗിച്ച് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തിട്ട്, ഇതാണ് നമ്മുടെ സ്ലിറ്റിൻ്റെ പൊസിഷൻ. അപ്പം നമ്മളിനി ചെയ്യുന്നത്, നമ്മൾ ഈ നൂലൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞിട്ട് ഇത് കൃത്യമായിട്ട് അകത്തോട്ട് മടക്കുക. അപ്പം നമ്മൾ ഇത് മടക്കി കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഈ ഇത്രയും ദൂരമേ കാണാവൂ. ഇനി അഥവാ ഇത് കൂടുതലുണ്ടെങ്കിൽ ഇത് കട്ട് ചെയ്തും കളയണം. ഒത്തിരി ഉണ്ടെങ്കിൽ തുണി അകത്തോട്ട് മടക്കിയാലും വൃത്തികേടാ കേട്ടോ. ഇത് കണ്ടോ, ഈ വലിപ്പത്തിൽ നമ്മൾ ഫുൾ തുണിയെ ഇങ്ങനെ മടക്കുന്നു. മടക്കി വേണമെങ്കിൽ നമുക്ക് മുമ്പ് പറഞ്ഞ പോലെ ഇങ്ങനെയൊന്ന് പ്രസ് ചെയ്ത് വെക്കാം. മൊത്തം നമ്മളിതുപോലെ കൃത്യമായിട്ട് മടക്കിയെടുക്കുന്നു. ഉദ്ദേശിക്കുന്നത് ജോർജറ്റ് പോലുള്ള തുണികൾക്ക് തയ്ക്കാൻ വേണ്ടിയാണ്. കോട്ടൺ തുണിക്ക് ഇങ്ങനെ ഒന്നും വെക്കണ്ട. ഞാൻ എല്ലാ സൈസിലും നിങ്ങൾക്ക് എളുപ്പത്തിൽ തയ്ക്കാനുള്ള മാർഗ്ഗങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം ഞാനിത് കോട്ടൺ തുണി എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് കാണിക്കുന്നതേ ഉള്ളൂ. നമുക്കിങ്ങനെ ഫുള്ള് മടക്കിയെടുക്കാം. ഇതുപോലെ തന്നെ ഈ വശവും നമുക്കങ്ങനെ മടക്കിയെടുക്കാം. ഇതും നമുക്കതുപോലെ തന്നെ സ്ലിറ്റ് ഇതിലെ സ്ലിറ്റിൻ്റെ അവിടെ മുതൽ ഇങ്ങനെ അകത്തോട്ട് മടക്കാം. കണ്ടോ, അപ്പുറത്തെടുത്ത് അതേ വീതിയിൽ ഇവിടെ നമ്മളിങ്ങനെ മുഴുവൻ മടക്കിയിടും. കൂടെ നമ്മളിങ്ങനെ തയ്ച്ച് വരാൻ പോവാം. ഈ കൃത്യ അകലത്തിൽ തയ്ച്ച് വരാം. മടക്കി വെച്ചിരിക്കുന്നതിൻ്റെ അരികിലൂടെ അടിക്കുക. അരികിലൂടെ അടിക്കണേ, എന്നാലും അടിപ്പ് പുറത്തോട്ട് ചാടിപ്പോകരുത്. അല്ലാതെ നമ്മളിങ്ങനെ മടക്കി വെച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് നല്ല എളുപ്പമാണ്. അവിടെ ചുളിവൊന്നും വരാൻ സാധ്യതയില്ല. എന്നാലും ഒരുപാട് പിടിച്ച് വലിക്കരുത്, മീഡിയം ലെവലിൽ. അഥവാ ചുളുങ്ങിയാൽ പ്രഷർ ഫുട്ടൊന്ന് ഉയർത്തിയിട്ട് അങ്ങ് തയ്ച്ചു വിട്ടാൽ മതി. നമുക്ക് ആ ചുളുക്കം അങ്ങ് മാറിക്കോളും. നമ്മുടെ സ്ലിറ്റിൻ്റെ അടുത്ത് വരെ എത്തി. നമ്മൾ മടക്കി വെച്ചേക്കുന്നതുകൊണ്ട് നമുക്കിവിടെ ബുദ്ധിമുട്ടൊന്നും വരത്തില്ല.
സ്ലിറ്റിൻ്റെ ഒരു 1/2 ഇഞ്ച് മുകളിൽ വരുമ്പോൾ കുത്തി നിർത്തി നേരെ തിരിച്ച് കണ്ടോ, ഇങ്ങനെ കൈക്കകത്ത് നമ്മൾ മടക്കി വെച്ച് ഇപ്പുറത്തെ സ്ലിറ്റിൻ്റെ ഇവിടെ വന്നു. ഇപ്പുറത്തെ സ്ലിറ്റില്ല, സ്ലിറ്റിൻ്റെ മറുവശത്ത് വന്നിട്ട് അതേപോലെ തന്നെ ഈ വശവും മടക്കി വെച്ചേക്കല്ലേ, അതിൻ്റെ അരികിലൂടെ തയ്ച്ചു. സ്ലിറ്റ് എവിടെയാണോ ഓപ്പൺ ആകുന്നത് അവിടെ നിന്നൊരു 1/2 ഇഞ്ചൂടെ മുകളിലേക്ക് നമുക്ക് തയ്ച്ചിട്ട് വേണം ഇങ്ങനെ തിരിച്ചു വരാൻ. എന്നിട്ട് നമുക്ക് താഴെ വരെ ഇങ്ങനെ തയ്ച്ചു പോകാം. ഇതിങ്ങനെ മടക്കി വെച്ചേക്കുന്നത് നല്ല എളുപ്പമാണ്. നിങ്ങൾ ചോദിക്കും ഇതെന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. ഞാൻ ഇങ്ങനെ പല പ്രാവശ്യം കാണിക്കട്ടെ എന്ന് ഓർത്തിട്ടും അല്ലാത്ത പല സൈസിൽ കാണിച്ചു തന്നിട്ടും എനിക്കറിയാവുന്ന ഒരാൾ തയ്ച്ചേക്കുന്ന സ്ലിറ്റ് കണ്ട് സങ്കടം കൊണ്ടാണ് ഞാനിത് വീണ്ടും കാണിക്കുന്നത്. അല്ലെ ഒരിക്കലും ഞാൻ ഇത് ചെയ്യത്തില്ല. വേറെ പണിയില്ലെന്നൊക്കെ ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കുമായിരിക്കും. ഇനി നമ്മുടെ കാര്യം നോക്കിയേ, നമ്മൾ തയ്ച്ചു കഴിഞ്ഞ് നമ്മുടെ സ്ലിറ്റ് എങ്ങനെ ഇരിക്കും നോക്കിയേ. ഇത് ഉൾവശം നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്നത് കണ്ടോ. നല്ല വശം കാണിക്കാം കണ്ടോ. ഇതാണ് നമ്മുടെ സ്ലിറ്റിൻ്റെ തയ്യൽ വന്നേക്കുന്നത്. നല്ലതായിട്ടില്ലേ വന്നേക്കുന്നത്. ഇനി നമുക്കൊരു പണിയുണ്ട്, ഒരു മെനക്കെട്ടുള്ള പണി എന്ന് പറഞ്ഞാൽ ആകെ ഇതാ. പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മുടെ കയ്യിൽ ഇങ്ങനത്തെ ഈ കട്ടറില്ലേ, ഈ കട്ടറിൻ്റെ എൻ്റെ കയ്യിലിരിക്കുന്ന കട്ടറിൻ്റെ അതിന് 2 പോയിൻ്റില്ലേ, അതിലൊരു പോയിൻ്റിൽ ഒരു മുത്ത് പോലെ കാണുകയല്ലേ, ആ മുത്ത് പോലുള്ള സാധനം വേണം മുകളിലേക്ക് പിടിക്കാൻ. എപ്പോഴും കട്ട് ചെയ്യുമ്പം തുണിയുടെ മുകളിലേക്ക് പിടിക്കുന്നത് ആ മുത്തുള്ള എൻ്റെ ആയിരിക്കണം, അല്ലെങ്കിൽ തുണി കീറിപ്പോവും. പ്രത്യേകം ശ്രദ്ധിക്കണേ. ബ്ലേഡൊക്കെ വെച്ച് കണ്ടിക്കുന്നവർ വളരെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധയോടുകൂടി. അല്ല ഒരിക്കലും സ്ലിറ്റിൻ്റെ 2 വശവും കീറാൻ പാടില്ല. ഇങ്ങനെ എന്തെങ്കിലും വെച്ചാൽ, അല്ലെങ്കിൽ തന്നെ വലിയ കാണിയായിട്ട് നമുക്ക് ചുമ്മാ സാധാരണ നമ്മളൊരു നൂലഴിക്കത്തില്ലേ, അതുപോലെ നിങ്ങൾ അഴിച്ചടിച്ചെടുത്താൽ മതി. ഇവിടം വരെ തീർന്നു. ഇതാണ് നമ്മുടെ ആകെയുള്ള മെനക്കേടെന്ന് പറയുന്നത്. ഈ നൂലൊന്ന് എടുത്ത് കളയണം. മെനക്കേട് എന്നാൽ തയ്ച്ച് കഴിഞ്ഞിട്ട് കളയാമെന്ന് വിചാരിച്ച് ആരും ഇരിക്കല്ലേ കേട്ടോ. ഒരു ചെറിയ നൂല് പോലും ഇരിക്കല്ലേ, ഇരുന്നാൽ നമ്മുടെ സ്ലിറ്റിൻ്റെ ഭംഗി പോകും. പിന്നെ നമുക്കത് വലിച്ചൂരിയൊക്കെ എടുക്കാൻ പോയാൽ എൻ്റെ അരികിലൂടെ നമുക്ക് അടിച്ചു വരാം. അരികിലൂടെ അത് മാത്രം ശ്രദ്ധിക്കണം. ഇവിടെ എന്നിട്ട് നമ്മൾ സ്ലിറ്റിൻ്റെ അവിടെ വന്നു നോക്കിക്ക്. നല്ല സ്ലിറ്റ് നിവർത്തി വെച്ചിട്ട് ആ കോണിൽ വരുമ്പോൾ ഒന്ന് കുത്തി നിർത്തി. ചിലരവിടെ കെട്ടിടും, ഞാനിപ്പോൾ ഇട്ടിട്ടില്ല. ഞാൻ പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, വലിച്ചു കീറിയാലും പൊട്ടത്തില്ലാത്ത പോലെ സ്ലിറ്റിന് വേറൊരു സംഗതി വെച്ച് ചെയ്യാറില്ല ഞാൻ. അത് നിങ്ങളൊന്ന് വീഡിയോ ഒന്ന് നോക്കണേ. എന്നിട്ട് നമ്മൾ ഈ അരികിലൂടെ തയ്ച്ചു വരിക. ഈ അരികിലൂടെ തയ്ച്ചു വരിക എന്ന് പറയുമ്പോൾ നല്ല അരികിലൂടെ തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ ഇത് കാണാൻ ഭംഗിയില്ലാത്തത് ഉണ്ടോ. ഇവിടെയൊക്കെ 2-3 ആ പ്രിൻറ്റിന് അവിടെ ഇരിപ്പുണ്ട്. അതൊക്കെ എടുത്ത് നൂല് നമ്മൾ മുമ്പ് പൊട്ടിച്ച് കളഞ്ഞു. നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. വേണ്ട ഇച്ചിരി മെനക്കെട്ടാൽ എന്നാ അല്ലേ, നല്ല സ്ലിറ്റ് കിട്ടത്തില്ലേ. ഇത്രയും നല്ല സ്ലിറ്റ് കിട്ടുകയല്ലേ. അല്ലെ തന്നെ ഒരു ചുരിദാറിൻ്റെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ പല്ല് നന്നായാൽ പാതി നന്നെന്ന് പറഞ്ഞാൽ ചുരിദാറിൻ്റെ സ്ലിറ്റ് നല്ലതായില്ലേ പിന്നെ എന്നാ ചുരിദാറാണ്. എങ്ങനെയുണ്ടോ നോക്കിക്കുക. അടുപ്പൊക്കെ എങ്ങനെ വന്നേക്കുന്നത് കണ്ടോ. ഇതിൻ്റെ ഉൾവശമായത് നല്ല പെർഫെക്റ്റ് ആയിട്ടല്ലേ. ഇങ്ങനെ നിങ്ങൾക്ക് തയ്ക്കണ്ടേ. അപ്പം ഇനി നിങ്ങൾ ചുരിദാർ തയ്ക്കുമ്പോൾ ഇങ്ങനെ നോക്കിയാൽ നല്ലതായിട്ടൊത്ത് നോക്കി. ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ കണ്ടിട്ട് ഇങ്ങനെ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. ജോർജറ്റ് തുണിയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്താൽ ഒട്ടും പേടിക്കണ്ട. കോട്ടൺ തുണി നമുക്കല്ലാതെയും ചെയ്യാം. ഇതിൻ്റെ മറുവശം ഞാൻ സാധാരണ പോലെ ചെയ്യത്തുള്ളൂ, മടക്കി അടിക്കണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല. അല്ലാതെ തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം. അത് എല്ലാവർക്കും പറ്റത്തില്ല. ചിലരൊക്കെ ഇങ്ങനെ ചെയ്ത് വരുമ്പോഴത്തേക്കിനും ചുളുങ്ങിയും വളഞ്ഞും ഒക്കെ പോവും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പം മറ്റൊന്നും വിചാരിക്കേണ്ട, ഇത് ഒരു നല്ല രീതി തന്നെയാണ്. ആകെ നമുക്ക് ആ നടുക്കോട്ടര അടിക്കുന്നതും അഴിക്കുന്നതുമായ ഒരു പണി മാത്രമേ ഉള്ളൂ. എൻ്റെ സുഹൃത്തുക്കളെല്ലാം ശ്രമിക്കണം, ചെയ്ത് നോക്കണം. നല്ല സ്ലിറ്റിൽ നല്ല ചുരിദാർ തയ്ക്കണം. തരുന്ന സപ്പോർട്ടിനെല്ലാം നന്ദി. വീണ്ടും നിങ്ങളുടെ സപ്പോർട്ട് തരിക. താങ്ക് യു.